Introducing the most awaited recipe of കല്ലുമക്കായ് bites. അപ്പോൾ ആദ്യം തന്നെ കഴുകി വൃത്തിയാക്കി കല്ലുമക്കായ് ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ച് മാറ്റി വെക്കാം. നമ്മളിപ്പോൾ ഇൻസ്റ്റൻറ്റ് പൊടിയാണ് വാങ്ങിച്ചിട്ടുള്ളത്, നെയ്പത്തിരിയുടെ. അതും പൊറോട്ടിപ്പൊടിയും കൂടിയാൽ നമുക്ക് ഈ അരി പൊതിർത്തിയിട്ട് അരക്കലൊക്കെ ഒഴിവാക്കാം. ഇപ്പം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ 1 കപ്പ് നിറച്ചും ചെറുതായി ചിരകിയ തേങ്ങ, 1 കപ്പ് നെയ്പത്തിരിൻ്റെ പൊടി, 1.5 കപ്പ് പത്തിരിപ്പൊടി, ഇതെല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് ഉപ്പ് വെള്ളത്തിൽ ആവശ്യത്തിനനുസരിച്ച് വെള്ളമൊഴിച്ചിട്ട് മിക്സ് ആക്കിയിട്ട് കൊടുക്കാം. അതിനുശേഷം മുറിച്ച് വെച്ച കല്ലുമക്കായി നല്ലോണം സ്ക്വീസ് ചെയ്തിട്ട് ആ മാവിലിട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം കുഴക്കാം. ഇങ്ങനെയാണ് മാവാവേണ്ടത്. അങ്ങനെ ഒരുവിധം കുഴച്ച് കഴിഞ്ഞിട്ട് ഇതിനെ ഉണ്ടകളാക്കിയിട്ട് ഒരു പ്ലേറ്റിൽ വെക്കാം. ഇനി നമുക്ക് ആവിച്ചെമ്പിൽ കുറച്ച് കോക്കനട്ട് ഓയിൽ തടവി ഉണ്ടകളിങ്ങനെ ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് ക്ലോസ് ചെയ്യുക. ഇനി കുറച്ച് കറിവേപ്പില, 2 കഷ്ണം വെളുത്തുള്ളി, ഉപ്പും മുളകൊക്കെ നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് 1/4 സ്പൂൺ മഞ്ഞളും വെള്ളത്തിൽ കൂട്ടി മിക്സിയിലടിച്ചിട്ട് മാരിനേറ്റ് റെഡി. അങ്ങനെ ഒരു 20-25 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മൾ ആവിച്ചെമ്പ് തുറന്നിട്ട് കല്ലുമക്കായ് ബോൾസ് പുറത്തെടുത്തിട്ട് നമ്മൾ അരച്ച് വെച്ച മുളകിൽ മുക്കിയിട്ട് നമ്മളിങ്ങനെ മാറ്റി വെച്ച് അപ്പോഴത്തേനും ഒരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അധികം മാരിനേറ്റ് ചെയ്യാൻ വെക്കൊന്നും വേണ്ട, അപ്പം തന്നെ നമ്മൾക്ക് പൊരിച്ചെടുക്കാം. അപ്പോൾ കല്ലുമക്കായ് ബൈറ്റ്സ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യുക. ഓക്കെ, ബൈ.